യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. യോശുവയുടെ പുസ്തകത്തിൽ പാതി ഗോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മനശ്ശെയുടെ ഗോത്രത്തെയാണ് പാതി ഗോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോശുവ അനുഗ്രഹിച്ച് തങ്ങളുടെ അവകാശ ദേശത്തേക്ക് യാത്രയച്ചത് എത്ര ഗോത്രങ്ങളെയാണ്? രൂബേന്യ ഗോത്രം, ഗാദ്യ ഗോത്രം, മനശ്ശെയുടെ പാതി ഗോത്രം. കിഴക്കുള്ള 2 ഗോത്രങ്ങളെ യോശുവ അഭിനന്ദിച്ചതിന്റെ കാരണം എന്തായിരുന്നു? സഹോദരന്മാരെ വിട്ടുപിരിയാതെ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചതിനാൽ. സഹോദരന്മാരെ വിട്ടുപിരിയാതെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച് നടന്നിരിക്കുന്നു എന്ന് യോശുവ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും കുറിച്ച്. ദേശത്തിന് സ്വസ്ഥത വന്നതിന് ശേഷം യോശുവ അഭിനന്ദിച്ച ഗോത്രങ്ങൾ ഏതെല്ലാമായിരുന്നു? രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രങ്ങളും. രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതി ഗോത്രത്തോടും എവിടേക്ക് പൊയ്ക്കൊള്ളുവാനാണ് യോശുവ പറഞ്ഞത്? തങ്ങളുടെ വീടുകളിലേക്കും അവകാശ ദേശത്തേക്കും. യോർദാന് കിഴക്കുള്ള അവരുടെ അവകാശത്തേക്ക് യോശുവ മടക്കി അയച്ച ഗോത്രങ്ങൾ ഏതെല്ലാം? രൂബേന്യ, ഗാദ്യ, പാതി മനശ്ശെ ഗോത്രങ്ങൾ. യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ ദേശത്തിന് സ്വസ്ഥത നൽകിയെന്ന് യോശുവ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ശത്രുക്കളെ അകറ്റി ദേശം കൈവശമാക്കാൻ കഴിഞ്ഞതിനാൽ. യോർദാന്റെ കിഴക്കേ ഗോത്രങ്ങൾക്കുള്ള അവകാശഭൂമി നൽകിയ നേതാവ് ആരാണ്? മോശ. യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതി ഗോത്രത്തോടും തങ്ങളുടെ വീടുകളിലേക്കും അവകാശ ദേശത്തേക്കും മടങ്ങിപ്പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ദൈവമായ യഹോവ അവരുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരുന്നതുകൊണ്ട്. യോർദാന് കിഴക്ക് അവകാശ ദേശത്തേക്ക് പുറപ്പെടുന്ന 2.5 ഗോത്രങ്ങൾക്ക് യോശുവ നൽകിയ ഉപദേശങ്ങൾ എന്തായിരുന്നു? 1. യഹോവയെ സ്നേഹിക്കുക. 2. യഹോവയുടെ കൽപ്പനകൾ പ്രമാണിക്കുക. 3. യഹോവയെ സേവിക്കുക. 4. മോശയുടെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും അനുസരിക്കുക. കിഴക്കുള്ള 2.5 ഗോത്രങ്ങളോട് യഹോവയെ എങ്ങനെ സേവിക്കണമെന്നാണ് യോശുവ പറഞ്ഞത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ. തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ യോർദാൻ അക്കരെ അവകാശം ലഭിച്ച ഗോത്രങ്ങളോട് യോശുവ എന്താണ് കൽപ്പന കൊടുത്തത്? യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിപ്പീനെന്ന്. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന എന്തെല്ലാമാണ്? ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണം എന്നുള്ള കൽപ്പന. ദൈവമായ യഹോവയെ എങ്ങനെ സേവിക്കണമെന്നാണ് മോശ കൽപ്പിച്ചത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കണമെന്ന്. യോർദാൻ അക്കരെയുള്ള 2.5 ഗോത്രങ്ങളെ യോശുവ തങ്ങളുടെ വീടുകളിലേക്ക് അയച്ചത് എങ്ങനെയാണ്? മോശ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിപ്പീൻ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു യാത്രയച്ചു. യോർദാൻ അക്കരെ പടിഞ്ഞാറ് യോശുവ അവകാശം കൊടുത്ത ഗോത്രം ഏത്? മനശ്ശെയുടെ പാതി ഗോത്രം. ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള സഹോദരന്മാരുമായി പങ്കിടുവാൻ പറഞ്ഞത് ആരായിരുന്നു? യോശുവ. യോർദാൻ അക്കരെയുള്ള 2.5 ഗോത്രങ്ങളോട് വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകാനാണ് യോശുവ പറഞ്ഞത്? നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വസ്ത്രം എന്നിവ. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും എവിടേക്കാണ് മടങ്ങിപ്പോയത്? അവരുടെ അവകാശദേശമായ ഗിലെയാദ് ദേശത്തേക്ക്. 2.5 ഗോത്രങ്ങൾ ഗിലെയാദിലെ അവകാശ ദേശത്തേക്ക് മടങ്ങിപ്പോയത് കനാൻ ദേശത്തിലെ ഏത് സ്ഥലത്ത് നിന്നാണ്? ശീലോവിൽ നിന്ന്. ഗിലെയാദിലേക്ക് മടങ്ങി വന്ന 2.5 ഗോത്രങ്ങൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? യോർദാൻ സമീപത്തൊരു യാഗപീഠം പണിതു. 2.5 ഗോത്രങ്ങൾ എവിടെ എത്തിയപ്പോഴാണ് യാഗപീഠം പണിതത്?
കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിലെത്തിയപ്പോൾ. 2.5 ഗോത്രങ്ങൾ പണിത യാഗപീഠത്തെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പോലെ. 2.5 ഗോത്രങ്ങൾ യോർദാന്യ പ്രദേശങ്ങളിൽ ആർക്കെതിരെ യാഗപീഠം പണിതു എന്നാണ് ഇസ്രായേൽ മക്കൾ കേട്ടത്? ഇസ്രായേൽ മക്കൾക്കെതിരെ യാഗപീഠം പണിതു എന്ന്. 2.5 ഗോത്രങ്ങൾ കനാൻ ദേശത്തിന്റെ യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ യാഗപീഠം പണിതു എന്ന് കേട്ടപ്പോൾ ആരാണ് അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ഒരുങ്ങിയത്? ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനുമാണ്. യോർദാന്യ പ്രദേശങ്ങളിൽ യാഗപീഠം പണിത 2.5 ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടിയത് എവിടെയായിരുന്നു? ശീലോവിൽ വെച്ച്. യോർദാൻ അക്കരെയുള്ള 2.5 ഗോത്രങ്ങൾ യാഗപീഠം പണിതു എന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ അവരുടെ അടുക്കലേക്ക് ആരെയാണ് അയച്ചത്? ഫീനെഹാസിനെയും 10 പ്രഭുക്കന്മാരെയും. ഫീനെഹാസിന്റെ പിതാവിന്റെ പേരെന്താണ്? പുരോഹിതനായ എലെയാസർ. ഫീനെഹാസിനൊപ്പം ഉണ്ടായിരുന്ന 10 പ്രഭുക്കന്മാർ ആരായിരുന്നു? ഇസ്രായേലിയ സഹസ്രങ്ങളുടെ തലവന്മാർ. ഗിലെയാദിലെ 2 ഗോത്രങ്ങളുടെ അടുക്കലേക്ക് ഫീനെഹാസിനൊപ്പം എത്ര പ്രഭുക്കന്മാരാണ് പോയത്? 10 പ്രഭുക്കന്മാർ. 2.5 ഗോത്രങ്ങൾ പണിത യാഗപീഠം എന്തിനു വേണ്ടി എന്നാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? യഹോവയോട് മത്സരിക്കേണ്ടതിന് പണിത യാഗപീഠം എന്നാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്. ഫീനെഹാസും 10 പ്രഭുക്കന്മാരും ഇസ്രായേൽ മക്കളുടെ സഭയെ വിളിച്ചിരുന്നത് എന്താണ്? യഹോവയുടെ സഭ എന്നാണ്. യാഗപീഠം പണിതത് മൂലം 2.5 ഗോത്രങ്ങൾ എന്തു ചെയ്തു എന്നാണ് ഇസ്രായേൽ സഭ പറയുന്നത്? യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം ഇസ്രായേലിന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തു എന്ന്. ഇസ്രായേലിന്റെ ഏത് അകൃത്യമാണ് ഫീനെഹാസും ഇസ്രായേൽ മക്കളും യോർദാൻ അക്കരെയുള്ള 2.5 ഗോത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? പേയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം. പേയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം മൂലം ബാധ ഉണ്ടായത് ആർക്കാണ്? യഹോവയുടെ സഭയ്ക്ക്. ബാധ ഉണ്ടായിട്ടും ഇന്നുവരെ യഹോവയുടെ സഭ നീക്കി ശുദ്ധീകരിച്ചു തീരാത്ത അകൃത്യമേത്? പേയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം. പേയോരിൽ സഭയ്ക്കുണ്ടായ ബാധയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് നീക്കി ഇന്നുവരെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ എന്ന്. യാഗപീഠം പണിത് യഹോവയോട് മത്സരിച്ചാൽ ഇസ്രായേലിന് എന്ത് ദുരിതമുണ്ടാകുമെന്നാണ് പറഞ്ഞത്? ഇസ്രായേലിന്റെ സർവ്വസഭയോടുമുള്ള യഹോവയുടെ കോപം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. യോർദാന് കിഴക്കുള്ള 2.5 ഗോത്രങ്ങളെ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചതാര്? ഫീനെഹാസും 10 പ്രഭുക്കന്മാരും. തങ്ങളുടെ അവകാശദേശം അശുദ്ധമെന്ന് വരികിൽ എന്തു ചെയ്യുവാനാണ് ഫീനെഹാസും 10 പ്രഭുക്കന്മാരും 2.5 ഗോത്രത്തോട് പറഞ്ഞത്? യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശത്തേക്ക് കടന്നു വന്ന് തങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവാനായിട്ട്. യഹോവയുടെ തിരുനിവാസം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യഹോവയുടെ അവകാശദേശത്ത്. യോർദാൻ അക്കരെയുള്ള 2.5 ഗോത്രങ്ങളോട് ഇസ്രായേൽ സഭയുടെ പ്രതിനിധികളായ ഫീനെഹാസും 10 പ്രഭുക്കന്മാരും ആരോട് മത്സരിക്കരുതെന്നാണ് പറഞ്ഞത്? യഹോവയോടും യഹോവയുടെ സഭയോടും. ഒരുവന്റെ പാപം എല്ലാ ഇസ്രായേലിനെയും ബാധിച്ചതിന് ആരെയാണ് ഉദാഹരിച്ചിരിക്കുന്നത്? സേരഹിന്റെ മകനായ ആഖാനെയാണ് ഉദാഹരിച്ചിരിക്കുന്നത്. യഹോവയുടെ യാഗപീഠം ഒഴികെ മറ്റൊരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കുന്നത് നന്നല്ല എന്നതിന് ഉദാഹരണം എന്താണ്? ആഖാൻ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും മേൽ വന്നത്. തങ്ങൾ യാഗപീഠം പണിതത് ആരറിയുന്നു എന്നാണ് 2.5 ഗോത്രങ്ങൾ പറഞ്ഞത്? സർവവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു എന്നാണ് പറഞ്ഞത്. കിഴക്കുള്ള 2.5 ഗോത്രങ്ങൾ അവരുടെ ദൈവമായ യഹോവയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? സർവവല്ലഭനെന്ന്. യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ തങ്ങൾ യാഗപീഠം പണിതത് എങ്കിൽ എന്ത് സംഭവിക്കട്ടെ എന്നാണ് 2.5 ഗോത്രങ്ങൾ പറഞ്ഞത്?
യഹോവയുടെ രക്ഷ അവർക്കില്ലാതെ പോകട്ടെ എന്ന്. തങ്ങൾ യാഗപീഠം പണിതത് എന്തിനല്ല എന്നാണ് 2.5 ഗോത്രങ്ങൾ പറഞ്ഞത്. യഹോവയെ വിട്ടുമാറേണ്ടതിനോ യാഗങ്ങൾ അർപ്പിക്കുവാനോ ആയിരുന്നില്ല എന്നാണ് 2.5 ഗോത്രങ്ങൾ പറഞ്ഞത്. കിഴക്കുള്ള 2.5 ഗോത്രങ്ങൾ യാഗപീഠം പണിതത് എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുമായി ഒരു കാര്യവും ഓഹരിയും ഇല്ലെന്നും ഭാവിയിൽ പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾ ഞങ്ങളുടെ മക്കളോട് പറഞ്ഞാൽ അവർ യഹോവയെ ഭയപ്പെടാതിരിക്കുവാൻ സംഗതി വരുന്നത് കൊണ്ട് ഒരു സാക്ഷിയായി ഇരിപ്പാനും വേണ്ടി ആയിരുന്നു യാഗപീഠം പണിതത്. കിഴക്കുള്ള 2.5 ഗോത്രങ്ങൾ നിർമ്മിച്ച യാഗപീഠം ഭാവിയിൽ എന്തുദ്ദേശം നിറവേറ്റുമെന്നാണ് അവർ കരുതിയത്? ഇനിയുള്ള സന്തതികൾക്ക് മധ്യേ ഒരു സാക്ഷിയായി ഇരിക്കേണ്ടതിനായി. തങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം ഉണ്ടാക്കിയത് ആരെല്ലാമാണ്? 2.5 ഗോത്രങ്ങൾ. കിഴക്കുള്ള 2.5 ഗോത്രങ്ങളുടെ യാഗപീഠത്തെ ഭാവിയിൽ അവരുടെ മക്കൾക്ക് മറ്റ് ഇസ്രായേൽ മക്കളോട് എന്തു പറയുവാൻ ഇടയാകും? ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമീനെന്ന് മറുപടി പറയുവാനായിട്ട് ഇടയാകും. യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായ്ക കൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് 2.5 ഗോത്രങ്ങളോട് പറഞ്ഞതാര്? പുരോഹിതനായ ഏലയാസറിന്റെ മകൻ ഫീനെഹാസ്. 2.5 ഗോത്രങ്ങൾ പണിത യാഗപീഠത്തിന് നൽകിയ പേര് എന്താണ്? ഏത്. യാഗപീഠത്തിന് ഏതെന്ന് പേരിട്ടതിന്റെ അർത്ഥമെന്ത്? യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന്. 22-ാം അധ്യായത്തിൽ എത്ര യാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 4 യാഗങ്ങളെക്കുറിച്ച്. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.